മാർച്ച് 1. അപ്പോൾ ഇന്നലെ തന്നെ എക്സ്പെൻസസ് എല്ലാം ഇന്നലെ തീർത്തു വെച്ചു. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 1 മന്തിലേക്കുള്ള ഗ്രോസറീസ് എല്ലാം വാങ്ങിച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന റൂൾസ് ഉണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. 2-3 പേര് ചോദിച്ചു പാലൊക്കെയോ ചേച്ചിന്ന്. സാധാരണ രീതിയിൽ കേരളത്തിലൊക്കെ പാലെല്ലാം വന്നിട്ട് മന്ത്ലി അല്ലേ പൈസ കൊടുക്കുക. അപ്പോൾ ഈ മാസത്തിൻ്റെ നെക്സ്റ്റ് മന്ത് അല്ലേ കൊടുക്കുക. അറിയില്ല, ചിലർ എല്ലാ ദിവസവും വാങ്ങുന്നവരുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ എക്സെപ്ഷൻസ് ആണ് കേട്ടോ. പാല്, തൈര്, മോര് ഇതൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ. അത് കേരളത്തിലാണെങ്കിൽ ഞാനൊരു സജഷൻ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പാല് മാത്രം വാങ്ങിക്കൂ, എന്നിട്ട് ഉറയൊഴിച്ച് തൈരാക്കും. അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഫിനാൻസസും പിന്നെ എക്സ്പെൻസസും ഒക്കെ കർവ് ചെയ്യുന്ന ഒരു മന്ത് പോലെയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ചാലഞ്ച് അല്ലേ, അതുകൊണ്ട് പറഞ്ഞാണ്. ഇവിടെ പറ്റില്ല കേട്ടോ. ഇവിടെ നമുക്ക് കോയാഗുലേറ്റഡ് ആവില്ല മിൽക്ക്. അതായത് അതിനെന്താ പറയണേ, കോയാഗുലേഷൻ. അയ്യോ, പാല് ഉറ കൂടില്ല. അപ്പോൾ ആ ഉറ കൂടാതെ, കാരണം ഫുൾ എ സിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ചൂടുണ്ടെങ്കിൽ പോലും ആ ജനലിൻ്റെ അരികത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചാലും കഴിഞ്ഞ പ്രാവശ്യം ഞാനങ്ങനെ ട്രൈ ചെയ്ത് അത്ര അങ്ങോട്ട് നന്നായി വന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ എല്ലാവരും ലബാൻ എന്ന് പറയും, അറിയായിരിക്കും. സിന്ധുവിനൊക്കെ അറിയായിരിക്കും. സിന്ധു പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ അടിയിൽ വന്നിട്ട്, ചേച്ചി എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അല്ലേ. അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് ആ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിക്കൊണ്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഈ എല്ലാ ദിവസവും ചിലർക്ക് ചിലപ്പോൾ ചിക്കൻ, മട്ടൻ അങ്ങനെയൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കുക. പക്ഷേ ഇപ്പോൾ നോയമ്പ് കാലം ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ഭയങ്കര ഫീസ്റ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ളവർ ഇതിൽ ചേരണ്ടായി ഈ മാസം കേട്ടോ. കാരണം അവർക്ക് ബുദ്ധിമുട്ടാവില്ല. അല്ലെങ്കിൽ വാട്ട് യു ഷുഡ് ഡു ഇസ്, ഹസ്ബൻഡ് തന്നെ ചിലവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് ചിലവാക്കിച്ചിട്ട് ഞാൻ ഈ ചാലഞ്ചിൽ നിൽക്കുകയാണെന്നുള്ളത് വേണമെങ്കിൽ പറഞ്ഞോളൂ. സഫിയൊക്കെ നോമ്പ് പിടിക്കില്ലേ, അല്ലെങ്കിൽ അതൊരു എക്സ്റ്റെൻഡഡ് ഇതായിട്ട് നിങ്ങളുടെ തരിക്കഞ്ഞിയും സിമ്പിളായിട്ടുള്ള നോമ്പ് തുറയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനിയും നല്ലതായിരിക്കും. പക്ഷെ അത് അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സോ ദാറ്റ് ഇസ് വൈ. പക്ഷെ നമ്മളുടെ സാധാരണ രീതിയിലുള്ള ഒരു ദിവസത്തിൽ നമ്മൾ തുടങ്ങേണ്ടത് രാവിലെ തന്നെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ രാവിലെ ഈ എല്ലാ ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളിലും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുക. പുട്ട്, പഴം, അല്ലെങ്കിൽ പുട്ട് കടല ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ആ കടല പകുതി എടുത്ത് അടുത്ത ദിവസത്തേക്ക് വെച്ചിട്ട് അപ്പം കടല അങ്ങനെയാക്കും. അല്ലെങ്കിൽ ഇടിയപ്പം കടല അങ്ങനെയാണ് കേട്ടോ. കാരണം 2 ദിവസത്തേക്ക് ഒന്നിച്ചുണ്ടാക്കും. ഇവിടുത്തെ കുക്കർ വലുതായതുകൊണ്ട് ഞാൻ ആ കുക്കറിനകത്ത് ഒന്നിച്ച് വെക്കും. സോ ദാറ്റ് എനിക്ക് ഫ്യൂവൽ ലാഭിക്കാൻ. ഞാനിത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ കോൺഷ്യസ്ലി ഐ എം ഡൂയിങ് സംതിങ് കേട്ടോ. എനർജി സേവ് ചെയ്യാൻ എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് ചൂടെടുക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ അത്ര ചൂട് തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ച് നേരം ഞാൻ എ സി ഒക്കെ ഓഫാക്കിയിട്ടിരിക്കും. അങ്ങനെയൊക്കെ വെറുതെ ഒരു ട്രൈ ചെയ്യാണ് കോൺഷ്യസ്ലി. ഇപ്പം അതുകൊണ്ട് ഞാൻ എന്തുമാത്രം പണം സേവിക്കുമെന്നും മാത്രമല്ല, എൻ്റെ മനസ്സിൽ എനർജി ആരുടെയാണെങ്കിലും ഇവിടുത്തെ രാജ്യത്ത് വെള്ളം, എനർജി ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് തരുന്ന ഭരണാധികാരികളല്ലേ. അപ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യാതെ നോക്കുക എന്നൊക്കെ ഉള്ള ഒരു തത്വം കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ഈ മിനിമലിസ്റ്റിക് രീതിയിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരികയാണ്. എപ്പോഴും ഞാനിങ്ങനെ മിനിമലിസ്റ്റിക് ഒന്നും ആയിരിക്കില്ല. ചില സമയത്തൊക്കെ 1 മന്ത് 2 മന്ത്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും ചിലപ്പോൾ ഞാൻ സ്പ്ലേജ് ചെയ്യും. ആ സ്പ്ലേജ് ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് എടുത്തു വെച്ച കാശ് എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ലാസ്റ്റ് വരുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എത്ര സേവ് ചെയ്തു, ഞാൻ അതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ലാസ്റ്റ് പറയാം, ആദ്യം പറയില്ല. കാരണം അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്നത്തെ ദിവസം തുടങ്ങാം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വന്നിട്ട് ഇന്നലെ ഉണ്ടാക്കിയ കടലക്കറിയും പുട്ടും ആണ് വെച്ചത്. അപ്പോൾ പുട്ടും കടലക്കറിയും കഴിഞ്ഞില്ലേ. ഉച്ചയ്ക്ക് ഫ്രീസറിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ദിവസത്തേക്കുള്ള ഫിഷ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കാണ്. അത് 4 ആഴ്ചത്തേക്ക് ഞാനൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ഒരാഴ്ചയെ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ നന്നായിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് 1 വീക്ക്. അപ്പം നോ സ്പെൻഡ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർഭാടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അത്യാവശ്യങ്ങൾ നമ്മൾ കുറയ്ക്കാൻ പാടില്ല. വാണ്ട്സ് ആൻഡ് നീഡ്സ് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. വാണ്ട്സ് നമ്മൾ കുറയ്ക്കുക, നീഡ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കരുത്, മനസ്സിലായോ. അതൊരിക്കലും പൈസ കൊടുത്ത് അവർക്കൊരു സാധനം വാങ്ങിച്ചു കൊടുക്കരുത്, വീട്ടിൽ ഉണ്ടാക്കണം. സമയമില്ലാത്ത അമ്മമാരാണെങ്കിൽ സമയം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. ഇപ്പോൾ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരടുത്ത് പറയണം, മക്കളെ ഇന്നത് തന്നെ കഴിക്കൂ വൈകിട്ട്. അല്ലെങ്കിൽ വൈകുന്നേരം അമ്മ വേഗം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഉടനെ അതൊരു ഉപ്പുമാവാക്കി കൊടുക്കും. ഇഡ്ഡലി ആണെങ്കിലും യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു ഉപ്പുമാവ് അല്ലേ. പുട്ടാണെങ്കിലും അതിൻ്റെ അമ്മയൊക്കെ അത് ഉപ്പുമാവ് പോലെ കടുക് വറുത്തിട്ട് വൈകുന്നേരം ആക്കിയിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊരു വളരെ സാധാരണമായിട്ടുള്ള രീതിയിൽ
രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ദോസ് ഹു ഹാവ് റിയൽ മണി, അവർക്കത് ഒരു പ്രശ്നമല്ലാത്തവർ ദേ ക്യാൻ സ്പെൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല പൈസ ഉള്ളവർ നല്ലപോലെ സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ എന്താ എക്കണോമി ബൂസ്റ്റ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ, എല്ലാവരും പറയണില്ലേ റിലയൻസിൻ്റെ കല്യാണം നടത്തിയത് വഴി എന്തുമാത്രം പൈസയാണില്ലേ അവർ കളഞ്ഞത് എന്ന് ചോദിക്കാറില്ലേ? അത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം അവർക്ക് പണം ഉള്ളത് കൊണ്ട് അവരുടെ ആ പണം വന്ന് ദേ ആർ പുട്ടിങ് ഇൻ ടു ദ സൊസൈറ്റി. ഇപ്പം ഒരു പൂ വെണ്ടർ, ഫ്ലവർ വെൻഡർ അവർക്ക് കിട്ടി, പിന്നെ അതേപോലെ തന്നെ വാഴത്തോപ്പുകളിലെ ആൾക്കാർക്ക് കിട്ടി അല്ലേ, ഇല മേടിച്ചിട്ട് പല കേറ്ററേഴ്സിന് കിട്ടി, പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് കിട്ടി. അങ്ങനെയൊക്കെ ആകുമ്പം ദാറ്റ് മണി ഈസ് കമ്മിങ് ബാക്ക് ടു ദ സൊസൈറ്റി. അപ്പം അങ്ങനെയുള്ളവർ അത് മണി ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നില്ലേ, നമ്മൾ ചെയ്യുന്ന ആ പണം നമ്മൾ ഹോൾഡ് ചെയ്ത് നമ്മുടെ ഇതിനകത്തല്ല വെക്കേണ്ടത്. വി ഷുഡ് പുട്ട് ഇറ്റ് ഇൻ ടു ട്രാൻസാക്ഷൻ. അപ്പം നമ്മൾ 10-30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് ചുരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അന്നേരം പറയാം കേട്ടോ. ഒരു വീട്ടിലെ ചിലവായിരിക്കില്ല അടുത്ത വീട്ടിൽ. ഇപ്പം നിങ്ങളുടെ സാധാരണ ഒരു ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20,000 റുപ്പീസ് ആണെങ്കിൽ ചിലപ്പോൾ ദാറ്റ് വിൽ ബി ടു മച്ച് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ആവറേജ് മീഡിയൻ കണക്ക് പറയുകയാണേ. ഒരു 2 മക്കളുള്ള വീട്ടിൽ അവർക്ക് ഉള്ള ഫുഡും വീട്ടിലെ കാര്യങ്ങളും ഇലക്ട്രിസിറ്റി ബില്ലും എല്ലാം ചേർത്തിട്ട് ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു 20,000 രൂപ ആവുമായിരിക്കും അല്ലേ ഇന്ത്യയിൽ? കാരണം നമ്മൾ അങ്ങനെ ബഡ്ജറ്റ് ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ടാവില്ലേ? മിക്കവാറും തന്നെ ഒരു ഹൗസ് ഹോൾഡിൽ 50,000 സാധാരണക്കാർക്ക് ഒരു 50,000 കൂടുതൽ ചിലപ്പം പൈസ ശമ്പളം ഇല്ലാത്തവരുണ്ടാവുമല്ലോ. സാധാരണ രീതിയിൽ കേട്ടോ. ഒരുപാട് 5 ലക്ഷമൊക്കെ ഉള്ളവരുണ്ട്, അവരുടെ കഥയല്ല ഞാൻ പറയണത്. നമ്മളിപ്പോൾ സാധാരണക്കാരുടെ കാര്യമല്ലേ പറയണത്. അപ്പോൾ ഈ 50,000 കിട്ടുന്ന ആൾക്ക് സ്വന്തം ഉണ്ടെങ്കിൽ എത്ര രൂപ ലാഭിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയട്ടെ. ഒരു ആവറേജ് കണക്ക് ഞാൻ എടുത്തു വെച്ചതാട്ടോ പറയാൻ വേണ്ടിയിട്ട് എല്ലാവരോടും. 1 ലക്ഷം രൂപ കിട്ടുന്ന റെൻറ്റിന് താമസിക്കുന്ന ചെന്നൈ പോലെയുള്ള പട്ടണത്തിൽ റെൻറ്റിന് താമസിക്കുന്ന ഒരാളുടെ കണക്കും 50,000 രൂപയുള്ള ചെന്നൈയിൽ തന്നെ റെൻറ്റ് വേണ്ട അച്ഛൻ്റെയും അമ്മയുടെയും വീടുണ്ട്. ചെറിയ വീടാണ്, പക്ഷെ അവർക്ക് ആ വീടുണ്ട്. അച്ഛനും അമ്മയുണ്ട്, അമ്മയും ഒരു മകൻ്റെ കൂടെയാണ് എന്ന് സങ്കല്പിക്കുക. ഇതൊരു സാങ്കല്പിക കഥയാണ് കേട്ടോ. മറ്റേ ആൾക്ക് അമ്മ കൂടെയില്ല, പക്ഷെ റെൻറ്റിനാണ് താമസിക്കുന്നത്, അമ്മ നാട്ടിലാണ് കേട്ടോ. അപ്പോൾ 2 മക്കളും ഭാര്യയും ഈ 2 പേരുടെയും ഭാര്യമാർ വർക്ക് ചെയ്യുന്നില്ല. 2 പേർക്കും ഒന്നുമില്ല, ജോലിയില്ല. മക്കൾ ചെറുതായതുകൊണ്ട് അവരെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഈ 2 പേരുടെയും ഈ വരുമാനമില്ലേ, ഒരാൾക്ക് പകുതിയേ ഉള്ളൂ, ഒരാൾക്ക് ഡബിൾ ഉണ്ട്. പക്ഷേ വളരെ ഡിഫറൻസ് ഉണ്ടാവും റെൻറ്റ് ഇല്ലാത്തത് കൊണ്ട്. ഞാൻ ഇതെന്തിനാ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇന്നലെ ഇട്ട ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞു അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ഒരു ലിവറേജ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ലിവറേജ് അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ 2 ഒരാണും ഒരു പെണ്ണും ഉള്ളത് കൊണ്ട് ആ വീട്ടിൽ ചെറിയ വീടാണെങ്കിലും അവരത് ഇൻഹെറിറ്റ് ചെയ്തതുകൊണ്ട് അമ്മ കൂടെ താമസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കൂടുതലാണ് പണം സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. സേവിക്കുക എന്ന് ഞാൻ പറയുന്നത് ചിലത്ത് തമിഴ് വരുന്നു അല്ലേ. അപ്പോൾ കാരണം ഒരു ആവറേജ് 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഒരു 25,000 രൂപ റെൻറ്റ് ഇനത്തിൽ തന്നെ അങ്ങ് പോകും. അപ്പോൾ ആ 50,000 രൂപയിൽ കിട്ടുന്ന ആൾക്ക് റെൻറ്റ് കൊടുക്കാത്തത് കൊണ്ട് അപ്പോൾ ആ 25 എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു സാധാരണ ഫാമിലിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. അയാൾ ചെറിയ വീട്ടിൽ താമസിച്ച ഒരു 10,000 ആണെങ്കിലും പോയില്ലേ. അപ്പോൾ റെൻറ്റ് അങ്ങനെ തന്നെ സേവ് ആവുകയാണ് അവിടെ. പിന്നെ ഒരു ആവറേജ് ഒരു 15,000 രൂപയിൽ ഇലക്ട്രിസിറ്റി ബില്ലും ഫുഡിൻ്റെ കാര്യവും പാലും എല്ലാം കൂടെ ഭാര്യമാർ 2 മിടുക്കികളായതുകൊണ്ട് അത് ഈക്വലായിട്ട് ഒതുങ്ങും. പക്ഷേ അവിടെ അമ്മയ്ക്ക് അതേ എമൗണ്ട് ഒരു 10 അയച്ചു കൊടുക്കണം നാട്ടിലേക്ക്. ഒരു മകനല്ലേ ഉള്ളൂ. അവിടെ അവർക്ക് ആവശ്യമില്ല. അവരുടെ ഈ ചെലവിനുള്ളിൽ തന്നെ ഇത് ഒതുങ്ങുകയും ചെയ്യും. ഇവിടെ 2 പിള്ളേരും ഭാര്യയും പിന്നെ ഭർത്താവും ഉണ്ട്. ആ ഭാര്യ വന്നിട്ട് എല്ലാ പണിയും ഒന്നിച്ച് എടുക്കുകയുമില്ല. ഇച്ചിരി പണി കൂടുതലാണെങ്കിൽ ആണെന്നും പറഞ്ഞ് ഒരു മെയ്ഡും വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ മെയ്ഡില്ല, അമ്മയും മകളും, അതായത് അമ്മായിയമ്മയും മകളും തന്നെ അവരെല്ലാം അരിഞ്ഞു വെക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ സഹകരണത്തിൽ പോകുന്നതുകൊണ്ട് അദ്ദേഹം ആ മെയ്ഡിൻ്റെ ഒരു 2,500 3,000 കൊടുക്കുന്നത് അതും ലാഭം. സോ അങ്ങനെ കണക്കെഴുതി നോക്കുമ്പോൾ ഈ വീട്ടുകാരന് 10,000 പോലും സേവ് ചെയ്യാൻ പറ്റില്ല. 50,000 കിട്ടുന്ന ആളുടെ വീട്ടിൽ ഒരു 10,000 രൂപ സേവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലിവറേജ് പറഞ്ഞത്. നമ്മളുടെ അച്ഛനും അമ്മമാരും എന്തെങ്കിലും ഇപ്പോൾ ഈ ഉള്ളവർക്കെല്ലാം കുറച്ചെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊരു ലിവറേജ് കിട്ടുന്ന കുട്ടികൾക്ക്, നമ്മുടെ മക്കളല്ലേ. ഇന്നലെ ആരോ പറയണ്ടേ, നമ്മുടെ
നമ്മുടെ സമയം എല്ലാം നമ്മൾ വിൽപത്രമൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ മതി. ഞാൻ പറയുന്നത് വിൽപത്രം എഴുതി വെച്ചിട്ട് തന്നെ കൊടുത്താൽ മതി. സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ആർക്കാണ് എന്തിനാണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി വെക്കണം. അപ്പോഴാണ് ആ മകനും ഒരു ഇതുണ്ടാവുള്ളൂ, ഇത് എനിക്കുള്ളതാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള റിപ്പയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്താലും അത് വെറുതെ ഓടയിലൂടെ പോകുന്നില്ല അല്ലേ. അതേസമയം ഒന്നും എഴുതി വെക്കാതെ ഒരു വീട് എല്ലാവരും കൂടി എടുത്തോളൂ ഞങ്ങളുടെ കാലശേഷം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ അത് കളയും മക്കൾ. കാരണം 3 പേരും കൂടെ ഒന്നിച്ച് വന്ന് ചെയ്യുന്നത് വലിയ ടാസ്ക് ആയിരിക്കും, ഹെർക്കൂലിയൻ ടാസ്ക് ആയിരിക്കും. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം. അതുകൊണ്ട് വായ തുറന്ന് നിങ്ങളുടെ സ്വത്തിനെ പറ്റിയും പണത്തിനെ പറ്റിയും വായ തുറന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, നല്ല മക്കളെ നിങ്ങൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിന് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറയണം എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അല്ലാതെ ഡോക്യുമെൻ്റ് അങ്ങോട്ട് എഴുതി അങ്ങോട്ട് കൈ കൊടുക്കുക എന്നല്ല. പക്ഷേ ചിലരങ്ങനെ ചെയ്തവരും ഉണ്ട് കേട്ടോ. 10-70 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരി ഞങ്ങളെ അങ്ങോട്ട് വടക്കോട്ട് നടന്നേക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളെ ഇറക്കി വിട്ടാൽ അങ്ങ് വടക്കോട്ട് നടക്കും എന്ന് പറയുന്നത് മീൻ ദേ വിൽ ഗോ ഫോർ സന്യാസം എന്നോ ഹിമാലയം വടക്കല്ലേ, അതുകൊണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ വാട്ട് ഡസ് ദാറ്റ് മീൻ എന്ന്. പക്ഷേ അങ്ങനെ പറയുന്നവരും കേട്ടിട്ടുണ്ട്. അതല്ല, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആളുകളുമുണ്ട്. ഒരുമാതിരിപ്പെട്ട മക്കളെല്ലാവരും ഇപ്പോൾ ഒരു എബവ് ആവറേജ് മക്കളെല്ലാവരും നോക്കുന്നുണ്ട് അല്ലേ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ 1 lakh കിട്ടുന്ന ആൾക്ക് ഒരു വീടുണ്ടായിരുന്നെങ്കിൽ ഹി കുഡ് ഹാവ് സേവ് മച്ച്. അവർക്ക് വന്നിട്ട് അവർ പുതിയ സിറ്റിയിലേക്ക് വന്നതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ദേ ഡിഡ്ന്റ് ഹാവ് എനി ഹൗസ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ സിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഈ എന്താ പറയുക, നമ്മൾ പണം ലിവറേജിങ് എങ്ങനെയാണെന്നുള്ളത് മക്കളോട് പറഞ്ഞാൽ കുറച്ചൊക്കെ അവർക്ക് വിട്ടുകൊടുക്കും. അതായത് ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കൊരു മകളല്ലേ, അപ്പോൾ എൻ്റെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മീ ഇറ്റ് ഇസ് ഫോർ ഹർ. വേറെ 2 പേര് തമ്മിൽ ചെയ്യാനില്ല. പക്ഷേ 2-3 പേരുള്ളവർക്കാണ് ഞാൻ ഈ പറയുന്ന വിൽപത്രം ബാധകമാകുന്നത്. അവരത് എഴുതി വെച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ അടിയാകും. പിന്നെ അത് തന്നെയല്ല, ഒരാൾക്കായിട്ട് ഇപ്പം കൊടുക്കാനുള്ള അത്രയും ഇല്ലെങ്കിൽ പോലും ആർക്ക് ഇപ്പം 2 നില വീടാണെങ്കിൽ മുകളിലത്തേത് ഈ മകന്, താഴത്തേത് ഈ മകൻ എന്നുള്ളത് അച്ഛൻ സെറ്റിലാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സഹോദരിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. എല്ലാവരും എന്നെ പോലെ സഹോദരിമാരായിരിക്കില്ല. അതെന്തിനാ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ലില്ല, പേഴ്സണൽ ഇത് നമ്മളിതിൽ പറയുന്നില്ല കേട്ടോ. വി ആർ ജസ്റ്റ് ഗോയിങ് ടു ടോക്ക് ഓൺലി അബൌട്ട്, ഇതൊക്കെ ഞാൻ പഴയത് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ റെപ്പിറ്റേഷനായി പോകും. ഓൺലി അബൌട്ട് ഹൗ വി ആർ ഗോയിങ് ടു മൂവ് ദിസ് 1 to 30 days. അപ്പോൾ ഇനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അത് നിങ്ങളുടെ ഹസ്ബൻഡിനോടും കുട്ടികളോടൊക്കെ പറയണം. ഞാനിങ്ങനെ ഒരു ചാലഞ്ചിലാണ്, അപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഐ വിൽ ബി കുക്കിംഗ് ദീസ് 2 meals, ഇങ്ങനെ എടുത്തു വെക്കും. അപ്പം നിങ്ങൾ മുതൽ സഹകരിക്കണം. ലാസ്റ്റ് വരുമ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയണം. അത് ലാസ്റ്റേ നമ്മൾ പറയുള്ളൂ കേട്ടോ. സോ എത്ര നമുക്ക് കൺട്രോൾ ചെയ്ത് എത്ര നമുക്ക് ദുർവ്യയം ചെയ്യാതെ ജീവിക്കാം എന്നാണ് ഞാൻ ഈ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇങ്ങനെ തുടങ്ങിക്കോളൂ. അതേ പാറ്റേണിൽ നിങ്ങൾ എല്ലാ ദിവസവും ഞാനിത് പറയത്തില്ല, അതേ പാറ്റേണിൽ നിങ്ങൾ 30 days പോകണം. ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് സക്സസ് സ്റ്റോറീസ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് സക്സസ് സ്റ്റോറിയാണ്. ഞാൻ അറിയുന്ന ആളുടെ സക്സസ് സ്റ്റോറി. ആരാണ് എന്താണെന്ന് പറയുന്നില്ല കേട്ടോ. എനിക്ക് നല്ലപോലെ അറിയാവുന്ന കഥകൾ മാത്രമേ ഞാൻ ഇവിടെ പറയുള്ളൂ. ഒരു പ്രാവശ്യം എവിടെയൊക്കെയോ എൻ്റെ ചാനലുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഈ എന്താ പറയുക, ഈ ഫിനാൻസ് മാസം, ഫിനാൻസ് എങ്ങനെയാണ്, നമ്മൾ ഫിനാൻസ് മാത്രമല്ലേ പറയണുള്ളൂ, അതുകൊണ്ട് പറയുന്നത്. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ വൈഫ് തുന്നാനറിയാം. ഒരുപാട് നന്നായിട്ടുള്ള ബ്ലൗസും ഇതുമൊക്കെ തുന്നാൻ അറിയില്ലെങ്കിലും നല്ലോണം അടിക്കാനറിയാം. അപ്പോൾ അവിടെ ഈ വർക്കേഴ്സിൻ്റെ ഡ്രസ്സെല്ലാം വന്നിട്ട് ഒരു 1500 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 1500 പേർക്കും യൂണിഫോം 2 സെറ്റ് കൊടുക്കും കമ്പനി. അത് അവർ തയ്പ്പിച്ച് കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷേ ഒരൊറ്റ ലെയറിലേ തയ്ച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ വർക്കേഴ്സൊക്കെ അത് ഇടുമ്പോൾ അത് കീറിപ്പോവും. അപ്പോൾ അതിൻ്റെ സാധ്യത കണ്ടെടുത്തുകൊണ്ട് ഇവരുടെ കൂടെയുള്ള ഈ മനുഷ്യൻ അതിൻ്റെ ഇത് എടുക്കുകയാണ്. അവരോട് പറയണം, ഞങ്ങളിത് 2 ഇത് അടിച്ച് തന്നേക്കാം, 2 പ്രാവശ്യമായിട്ട് അടിച്ച് തന്നേക്കാം, ഇത്ര രൂപ, 25 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. 25 രൂപ വെച്ച് ഓരോ പേരിനും. അപ്പോൾ അങ്ങനെ 50 രൂപ വെച്ച് മേടിക്കും. അതൊരു വലിയ തുകയാണ്. കാരണം അന്നൊക്കെ ഞാൻ പറയുന്നത് ഒരു 30 വർഷം, 30 അല്ല കേട്ടോ, 30 വർഷം എന്ന് പറയുമ്പോൾ 300 × 10, ശരിയാ, 30 വർഷം മുമ്പ് 300 രൂപയ്ക്ക് 1 ഗ്രാം കിട്ടുന്ന സമയത്ത്. അപ്പോൾ
ആ സമയത്ത് അപ്പോൾ എത്ര രൂപയായിരുന്നു നോക്കൂ, 1500 ഇൻറ്റു 50, അത്രയും രൂപ കിട്ടും. അപ്പോൾ ഇരുന്നടിക്കാണ് അവരുടെ വീട്ടിലെ ജോലിയും ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇതടിച്ചിടും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് അവർ അടിച്ചടിച്ച് കൊടുക്കും. ഒരു പാക്കായിട്ടാണ് കൊണ്ടുവരിക. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പണം ഒന്ന് ആലോചിച്ചേക്ക്. അവരതിന് മുഴുവൻ സ്വർണ്ണമാണ് വാങ്ങിച്ചത് കേട്ടോ. ആ സ്വർണ്ണത്തിൻ്റെ കണക്ക് നിങ്ങളിപ്പോൾ എടുത്ത് നോക്കിക്കോളൂ. 300 രൂപ ഒരു ഗ്രാമിന് എന്ന് പറയുമ്പോൾ 1500 ഇൻറ്റു 50, 45,000 രൂപയില്ലേ? കറക്റ്റല്ലേ ഞാൻ പറയണേ? അതെ, 45,000 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു സെൻറ്റിനൊക്കെ 1000 രൂപ വിലയുള്ള സമയത്താണ് കേട്ടോ. ആ 45,000 രൂപയ്ക്കും ഒരു സ്വർണം വാങ്ങിച്ചു. 45,000 രൂപയ്ക്ക് എത്ര സ്വർണം കിട്ടിക്കാണും? 450 രൂപയാണ് ഒരു ഗ്രാമിനെങ്കിൽ 100 ഗ്രാം സ്വർണം കിട്ടിക്കാണില്ലേ 45,000-ന്? ശരിയല്ലേ? അപ്പോൾ നമ്മൾ 450 ഇല്ലാ സമയത്ത് 350 ഉള്ളൂ. എന്നാലും ഞാനൊരു പറച്ചിലിന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അന്ന് 1 ഗ്രാം സ്വർണത്തിന് 300, ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് എത്ര രൂപയാണ്? 8,000 രൂപയോളം ഉണ്ടല്ലേ ഇപ്പോൾ. 8,000 അല്ലേ അത് ഏകദേശം അത്രയൊക്കെ ഇട്ട്. അപ്പോൾ ആ 1 ഗ്രാമിന് 8,000, അത് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കൂ. അതാണ് സ്വർണത്തിൻ്റെ ഹെഡ്ജിങ് എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആയ്മയ്ക്ക് 80 വയസ്സുണ്ട്. അത്രയും ഗോൾഡ് മതി അത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു സ്കീമുണ്ടല്ലോ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമുണ്ട്. നമ്മൾ ആ ഗോൾഡ് ഇപ്പോൾ വളകളും അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കയ്യിൽ കോയിൻസും ആയിട്ടൊക്കെയാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. അവർക്ക് പെൺമക്കളും ഇല്ല. അത് കൊണ്ടുപോയി ബാങ്കിൽ സറണ്ടർ ചെയ്താൽ, ഇതിപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള ചിന്ത കേട്ടോ. അവരത് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്കിപ്പോൾ അവരുമായിട്ട് അങ്ങനെ ഫിനാൻസ് ഒന്നും നമ്മൾ പറയാറില്ല. പക്ഷേ അന്നത്തെ ആ എമൗണ്ട് ഇപ്പോഴും പാരി ചെയ്ത് നോക്കൂ. എല്ലാവരും പറയില്ലേ എന്നാൽ സ്ഥലം മേടിച്ചിട്ടാൽ മതി അത് തിന്നുക. നോക്കൂ, സ്ഥലം വാങ്ങിച്ചിട്ടാൽ ചിലപ്പോൾ അതിന് എന്തെങ്കിലും ലീഗൽ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഗോൾഡ് സമാഹരിച്ച് വെക്കാനല്ലേ. പിന്നെ അതിനൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കൊളുത്ത് വെക്കുകയാണെങ്കിൽ പണയം വെക്കാൻ പറ്റും ബാങ്കിലൊക്കെ, ഈ കോയിൻസൊക്കെ, അല്ലാതെ എടുക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഇത് എന്താ പറയുക. അപ്പോൾ ഇത് കൊണ്ടുപോയി ഈ ബാങ്കിൽ വെക്കുകയാണെങ്കിൽ 2%, ഇപ്പോൾ നമ്മൾ ഈ ഒരു 100 ഗ്രാം നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. ആ 100 ഗ്രാം നമ്മളിപ്പോൾ ബാങ്കിൽ സറണ്ടർ ചെയ്താൽ 100 ഗ്രാമിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 8 ലക്ഷം അല്ലേ? ആ 8 ലക്ഷം രൂപയ്ക്ക് നമുക്ക് പലിശ തരും. 2% പലിശ തരും, ബാങ്ക് തരും. അത് നല്ലൊരു സ്കീമല്ലേ അത്? നമ്മൾ ആ പണം വെച്ചുകൊണ്ടിരിക്കേണ്ട, സ്വർണം വെച്ചുകൊണ്ടിരിക്കേണ്ട അവരൊരു സർട്ടിഫിക്കറ്റ് തരും നമുക്ക്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഇത് ആവശ്യം വരികയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് പണയവും വയ്ക്കാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പോൾ ആ 2% നമുക്ക് ആ വാല്യൂവിൻ്റെ 8%, 8 ലക്ഷത്തിൻ്റെ 2% നമ്മുടെ ബാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കും ആസ് ഇൻട്രസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, അത് ചെറിയ എമൗണ്ടൊക്കെയാണ് വരുന്നതെന്ന് തോന്നിയാലും വെറുതെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നേക്കാളും നല്ലതല്ലേ. പിന്നെ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഗോൾഡിന് വില കൂടിയേക്കല്ലേ. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അനന്തരാവകാശികൾക്ക് ഗോൾഡായിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ പണമായിട്ട് വാങ്ങിക്കാം. ഇതൊരു സ്കീമാണ്. നിങ്ങളതിനകത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തോളൂ. ഞാൻ ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അത്രയും വയസ്സായിട്ടില്ലല്ലോ. 80 വയസ്സാകുമ്പോൾ ഞാനങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം നോക്കാം. അല്ലെങ്കിൽ ഗോൾഡിനോടുള്ള ആവശ്യങ്ങൾ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് വാട്ട് ടുഡേയ്സ് വീഡിയോ ഈസ് ഓൾ അബൌട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ളവർ കമൻ്റ് അടിക്കൂ. അത് നല്ലൊരു സ്കീമല്ലേ അത്. പിന്നെ ഗോൾഡിനെ പറ്റി ആൾക്കാർ പറയുമ്പോൾ ഒരു SIP ഇടൂ, അതിടൂ എന്നൊക്കെ പറയും. നോക്ക്, SIP ഇടുക എന്നൊക്കെ പറഞ്ഞാലും നല്ല പണിയാണത്. അതിന് ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതുള്ളവർക്ക് ഈ പറഞ്ഞ ഇത് ഷെയർ മേടിക്കാനായിട്ട് DMAT അക്കൗണ്ടും KYCയും ഒക്കെ ഉള്ളവർക്ക് ഞാൻ അസ്യൂം ചെയ്യാണ്, ഇവിടെ എന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് കേട്ടോ. ആരോ ഇതിൻ്റെ ഇടയിൽ പറയണ്ടായിരുന്നു, ഗായു എന്ന് പറഞ്ഞിട്ട് അവർ പറയണ്ടായിരുന്നു അതിനൊക്കെ ബാങ്ക് അക്കൗണ്ടൊക്കെ വേണ്ടിയിരുന്നു. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം ലേഡീസ് കേട്ടോ. എന്നിട്ട് അവിടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവരോട് അഭിപ്രായം ചോദിക്കണം. അവർ പറയുന്നത് കണ്ണുമൂടി എടുക്കാനും പാടില്ല, വന്ന് വായിച്ച് നോക്കണം. ഏതെങ്കിലും ആളുകളോട് ചോദിച്ചും പറഞ്ഞും എല്ലാം ആയിരിക്കണം ഈ SIPയിലേക്ക് ഇടുന്നത്. ചിലതിനൊന്നും വലിയ റിട്ടേൺസ് ഇല്ലാത്തതുകൊണ്ട് ഇതിലൊക്കെ എളുപ്പമുണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ഗോൾഡ് കൊണ്ടുപോയി വെച്ചിട്ട് 2%, അതൊന്നും ഒരു തട്ടിപ്പ് ഇതൊന്നുമല്ല. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലിടുക.
പോസ്റ്റ് ഓഫീസിലിട്ട യാതൊരു പ്രശ്നവുമില്ല. ഈ ഇടയ്ക്ക് ഇന്നലെ ആണ് മൈലാപ്പൂരിൽ ഒരു നിധി ഉണ്ടായിരുന്നു, നിധി ചിറ്റ് ഫണ്ട് അങ്ങനെ എന്തോ ഒരു പേര്, അതിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അത് വൗണ്ടപ്പ് ആയിപ്പോയി. ഞാൻ അറിയുന്ന ഒരു കുട്ടി നോർത്ത് ഈസ്റ്റിലുള്ളതാണേ, ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്നതാണ്. ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്തിട്ട് 10-20 ലക്ഷം രൂപ അവരവിടെ കൊണ്ടുപോയിട്ടു. നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു കുറേ നാൾ വരെ. ഇപ്പോൾ എന്തൊക്കെയോ തട്ടിപ്പ് കാണിച്ചിട്ട് അതിൻ്റെ ഓണർ അകത്തായിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സ്കീമുകളുണ്ട്, അതിലൊക്കെ ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു കുറച്ച് പലിശ കുറഞ്ഞാൽ ആണെങ്കിലും ശരി, നമ്മുടെ പണം സേഫായിട്ടിരിക്കുന്നിടത്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, നാളെ ഇനി വേറെ ഒരു ടോപ്പിക്കുമായിട്ട് വരാം. അതുപോലെ ഇങ്ങനെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള നിയമവശമില്ലേ, അത് ഞാൻ നാളെ പറയാം കേട്ടോ.